പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഫോസിൻ്റെ മോട്ടിവേഷൻ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. വിജയങ്ങൾ പൊരുതി നേടേണ്ടതാണ്. ഒരാൾ വിജയിക്കാതിരിക്കാൻ ഏത് കുതന്ത്രവും പ്രയോഗിക്കാൻ മടിയില്ലാത്തവർ കൂട്ടത്തിലുണ്ടാകാം. അടിച്ചമർത്തലുകളും നിരുത്സാഹപ്പെടുത്തലുകളും മാത്രമല്ല, ചിലപ്പോൾ തികച്ചും അനീതിപൂർവമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടും മറ്റൊരു മാർഗവുമില്ലെങ്കിൽ തേജോവധം ചെയ്തും ഒരാൾ വിജയിക്കാതിരിക്കാനും ലക്ഷ്യത്തിലെത്തിച്ചേരാതിരിക്കാനും കുത്സിത പ്രവൃത്തികൾ ചെയ്യുന്നവർ ഓരോ മേഖലയിലുണ്ടാകുമെന്നത് തീർച്ച. അത് ഒരു വ്യക്തിയുടെ കാര്യത്തിൽ മാത്രമല്ല, ചിലപ്പോൾ സമൂഹങ്ങൾക്കും രാജ്യങ്ങൾക്കുമെതിരെ തന്നെയും ഉണ്ടായിരിക്കാം. ഒട്ടനവധി തടസ്സങ്ങളുണ്ടായിട്ടും ഒരു വ്യക്തിയോ സമൂഹമോ രാജ്യമോ ഒക്കെ നേടിയെടുക്കുന്ന വിജയങ്ങൾക്ക്, ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള അവരുടെ അനിതര സാധാരണമായ ജൈത്രയാത്രകൾക്ക് അവർണീയമായ മഹത്വവും ഒരുപാട് സന്തോഷമുണ്ടാക്കുമെന്നത് തീർച്ചയാണ്. ഇങ്ങനെ ഒരു തിളക്കം ഇന്ത്യയുടെ ആണവശാസ്ത്ര വളർച്ചയ്ക്ക് പറയാനുണ്ട്. അതിജീവനത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ഒക്കെ അത്ഭുതാവഹമായ ഒരുപാട് കഥകൾ. ഒരു ആണവശക്തിയായി വളരാനുള്ള ഇന്ത്യയുടെ മോഹങ്ങളെ ആൽപ്സ് പർവ്വതനിരകളിലെ മോണ്ട് ബ്ലാങ്ക് എന്ന സ്ഥലത്ത് എന്നേക്കുമായി കുഴിച്ചു മൂടാം എന്ന് കരുതിയവർക്ക് തെറ്റി എന്ന് മാത്രമല്ല, ലോകമഹാശക്തികളായ അമേരിക്ക, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ അതേ നിലയിലേക്ക് വളരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തന്നെയും ആണവ ലോകത്ത് ഇന്ത്യയുടെ ശക്തി ആർക്കും അവഗണിക്കാനാവാത്ത വിധം നമ്മൾ വളർന്നു എന്നതാണ് സത്യം. അതിവേഗം അത് കൂടുതൽ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഏജൻസികളായ DAE, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റോമിക് എനർജി, ISR തുടങ്ങിയവ നേടിയെടുക്കുന്ന ഓരോ വിജയത്തിലും ഒരുപാട് സന്തോഷവും അഭിമാനവും എല്ലാ ഇന്ത്യക്കാരനും ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയാം. ഇന്ത്യയുടെ ആണവ ഗവേഷണ പരിപാടികളുടെയും ആണവായുധ പദ്ധതിയുടെയും ഒക്കെ തുടക്കക്കാരൻ എന്ന് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഡോക്ടർ ഹോമി ജഹാംഗീർ ഭാഭയാണ്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരും ഓർമ്മയില്ലെങ്കിലും ഭാഭ എന്ന പേര് തീർച്ചയായും എല്ലാവരും കേട്ടിരിക്കാം. നമ്മുടെ രാജ്യത്തെ ഒരു ആണവ ശക്തിയാക്കി മാറ്റുന്നതിന് ഇന്ത്യയെ കൈപ്പിടിച്ച് നടത്താനുള്ള നിയോഗം ഈശ്വരൻ അദ്ദേഹത്തിന് നൽകിയെന്ന് വേണം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്നും നാം വായിച്ചെടുക്കാൻ. 1909 ഒക്ടോബർ 30 ബോംബെയിലെ ഒരു സമ്പന്ന കുടുംബത്തിലായിരുന്നു ഭാഭയുടെ ജനനം. ഏറെ ചെറുപ്പത്തിൽ തന്നെ പഠനത്തിലും സംഗീതത്തിലും കായിക ഇനങ്ങളിലുമൊക്കെ അസാമാന്യമായ നൈപുണ്യം പുലർത്തിയിരുന്നു. ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനും പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളുമായ ദൊറാബ്ജി ടാറ്റ അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്നു. ടാറ്റയുടെ വീട്ടിൽ ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടായിരുന്ന ഭാഭയ്ക്ക് അവിടെ മഹാത്മാഗാന്ധി, മോട്ടിലാൽ നെഹ്റു തുടങ്ങിയ സ്വാതന്ത്ര്യ സമര നേതാക്കളുമായി ദൊറാബ്ജി നടത്തിയ സംഭാഷണങ്ങളും ടാറ്റ ഗ്രൂപ്പ് നിക്ഷേപിച്ച സ്റ്റീൽ, ഹെവി കെമിക്കൽസ്, ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങിയ വ്യവസായങ്ങളിലെ ബിസിനസ് ഇടപാടുകളെയും ഒക്കെ അറിയാൻ കഴിഞ്ഞിരുന്നു. അത് അദ്ദേഹത്തെ വളരെ ചെറുപ്പത്തിലെ തന്നെ രാഷ്ട്രീയ വ്യവസായ ലോകത്തിലേക്കുള്ള കാഴ്ചപ്പാടും അവസരങ്ങളും തുറന്നു കൊടുത്തെങ്കിലും ഭാഭയുടെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും അതൊന്നുമായിരുന്നില്ല. 15ാമത്തെ വയസ്സിൽ സീനിയർ കേംബ്രിഡ്ജ് പരീക്ഷയിൽ ഓണേഴ്സ് പാസ്സായെങ്കിലും പ്രായക്കുറവ് മൂലം വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ ചേർന്ന് പഠിക്കാൻ കഴിയാതെ വന്നു. അതിനാൽ മുംബൈയിലെ എൽഫിൻസ്റ്റൺ കോളേജിലും 1927 റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും ചേർന്ന് അദ്ദേഹം പഠനം ആരംഭിച്ചു. അവിടെ വെച്ച് അദ്ദേഹം ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആർതർ കോപ്റ്റൻ നടത്തിയ ഒരു പ്രഭാഷണം കേൾക്കാനിട വന്നു. തൻ്റെ ഭാവി ഗവേഷണ വിഷയമായ കോസ്മിക് രശ്മികളെക്കുറിച്ച് ആദ്യമായി കേട്ടതും ആ പ്രഭാഷണത്തിലായിരുന്നു. അന്ന് അദ്ദേഹം കേട്ട ആ പ്രഭാഷണവും അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിതാവിന് എഴുതിയ ഒരു എഴുത്തുമായിരുന്നു ഇന്ത്യൻ ആണവ വിപ്ലവത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയ അദ്ദേഹം ഫിസിക്സിലേക്ക് ട്രാക്ക് മാറാൻ കാണിച്ച തൻ്റെ ഇടമാണ് അദ്ദേഹത്തെ ഒരു ഭൗതിക ശാസ്ത്രജ്ഞനാക്കിയതും തുടർന്ന് ഇന്ത്യൻ ആണവോർജ പരിപാടികൾക്ക് തുടക്കമിട്ടതും. അദ്ദേഹം പിതാവിന് എഴുതിയ കത്ത് വളരെ പ്രസിദ്ധമാണ്. ബിസിനസ് രംഗത്തേക്ക് തൻ്റെ മരുമകനായ ഭാഭയെ കൊണ്ടുവരാമെന്ന് കരുതിയ ടാറ്റയ്ക്ക് കൂടിയുള്ളതായിരുന്നു ആ കത്ത്. ആ കത്തിൻ്റെ ചുരുക്കം ഇങ്ങനെയായിരുന്നു: ഞാൻ നിങ്ങളോട് ഗൗരവമായി പറയട്ടെ, ഒരു എഞ്ചിനീയർ എന്ന നിലയിൽ ബിസിനസ്സോ ജോലിയോ എൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുയോജ്യമല്ല. അത് എൻ്റെ സ്വഭാവത്തിനും താല്പര്യങ്ങൾക്കും തികച്ചും വിരുദ്ധമാണ്. ഭൗതിക ശാസ്ത്രമാണ് എൻ്റെ താല്പര്യം. അങ്ങനെ 1929 ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ അദ്ദേഹം ഭൗതിക ശാസ്ത്രത്തിലേക്കും ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ലോകത്തേക്കും കൂടി സഞ്ചരിക്കാൻ തുടങ്ങിയതാണ് ഇന്ത്യയെ ആണവ മേഖലയിലേക്ക് അതിവേഗം എത്തിച്ചത് എന്ന് പറയാം. എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയ അദ്ദേഹം കേംബ്രിഡ്ജ് സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റുകളിലൊന്നായ കാവൻഡിഷ് ലബോറട്ടറിയിൽ ഗണിതശാസ്ത്രവും സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രവും കോസ്മിക് ഗ്രഹണങ്ങളെക്കുറിച്ചും പഠിച്ചു. ഭൗതിക ശാസ്ത്ര പഠനം കഴിഞ്ഞ് അവിടെ തന്നെ ജോലി ചെയ്യാനായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യമെങ്കിലും അവധിക്കായി 1939 രണ്ടാം ലോക മഹായുദ്ധത്തിന് തൊട്ട് മുൻപ് ഇന്ത്യയിൽ തിരിച്ചെത്തി.
അത് കഴിഞ്ഞ് തിരിച്ചു പോകാമെന്ന പ്രതീക്ഷയിൽ. എന്നാൽ യുദ്ധം നീണ്ടുപോയതിനാൽ അത് സാധ്യമായില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ജോലി പ്രവേശിക്കാൻ തീരുമാനിച്ചു. നോബൽ സമ്മാന ജേതാവ് CV രാമന് കീഴിൽ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രത്തിൽ റീഡറായി ചുമതലയേറ്റു. ആണവോർജ്ജത്തിന്റെ സമാധാനപരമായ ഉപയോഗത്തിനായി നിരന്തരമായി വാദിച്ച ഭാഭ ഇന്ത്യ ആണവ ശക്തിയായി മാറണമെന്നും അണുവായുധ ശേഷി കൈവരിക്കണമെന്നും ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിന്റെ ഭാഗമായി ഒരു റിസർച്ച് സ്ഥാപനം തുടങ്ങാനുള്ള സാമ്പത്തിക സഹായത്തിനായി അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയായ JRD ടാറ്റയ്ക്ക് ഒരു കത്തെഴുതി. അത് ടാറ്റ അംഗീകരിക്കുകയും അതേ തുടർന്ന് ബാംഗ്ലൂരിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് തുടങ്ങുകയും ചെയ്തു. അത് പിന്നീട് ബോംബെയിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ഭാഭയോടുള്ള ആദരസൂചകമായി ഭാഭ ആറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. വളരെ വേഗത്തിലായിരുന്നു ആണവശക്തിയായുള്ള ഇന്ത്യയുടെ വളർച്ച. എല്ലാം നല്ല രീതിയിൽ അതിവേഗം മുന്നോട്ട് പോകുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി 1966 ജനുവരി 11 അന്നത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി വളരെ ദുരൂഹമായി മരണപ്പെട്ടത്. അത് സംഭവിച്ചത് അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഉസ്ബെക്കിസ്ഥാനിലെ തഷ്കന്ത് എന്ന സ്ഥലത്ത് വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പുവെച്ച് ഒരു ദിവസം കഴിഞ്ഞായിരുന്നു. പ്രധാനമന്ത്രിയുടെ മരണം കഴിഞ്ഞ് 13 ദിവസങ്ങൾക്ക് ശേഷം 1966 ജനുവരി 24 ജനീവയിലേക്കുള്ള യാത്രയിൽ ആൽപ്സ് പർവ്വതനിരകളിലെ മോണ്ട് ബ്ലാങ്ക് എന്ന സ്ഥലത്ത് വെച്ച് ഒരു പ്ലെയിൻ ക്രാഷിൽ ഭാഭയും മരണപ്പെട്ടു. ബോയിങ് 707 വിമാനം എയർ ഇന്ത്യ 101 പറത്തിയത് 18 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന വെറ്ററൻ ക്യാപ്റ്റൻ ജോ ടി ഡിസൂസയായിരുന്നു. 1961 അന്നത്തെ പോപ്പ് പോൾ ആറാമൻ ഇന്ത്യയിൽ വന്നപ്പോൾ വിമാനം പറത്തിയതും ജോ ടി ഡിസൂസയായിരുന്നു. അത്രയ്ക്കും എഫിഷ്യൻ്റായ പൈലറ്റായിരുന്നു അദ്ദേഹം. 1961 നിർമ്മിച്ച ബോയിങ് 707 ശ്രേണിയിൽപ്പെട്ട താരതമ്യേന പുതിയ വിമാനവുമായിരുന്നു അത്. എന്നിട്ടും എന്ത് സംഭവിച്ചു? പ്രധാനമന്ത്രി ശാസ്ത്രിയുടെയും ഭാഭയുടെയും മരണങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്നതിനും അതിന് പിന്നിൽ ചില വിദേശ ശക്തികളുടെ കറുത്ത കരങ്ങളുണ്ടെന്നതിനും നിരവധി തെളിവുകളുണ്ടെന്ന് പറയപ്പെടുന്നു. എങ്കിലും മറ്റ് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അവ ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്നു. അതെന്തുമാകട്ടെ, ഈ മരണങ്ങളിലൂടെ ഇന്ത്യയുടെ ആണവോർജ്ജ പദ്ധതികൾ പൂർണ്ണമായും ഇല്ലാതാക്കാമെന്ന് കരുതിയവർക്ക് തെറ്റി. 1974 നാം പൊഖ്രാനിൽ ആണവ പരീക്ഷണം നടത്തിക്കൊണ്ട് ലോകത്തെയും അതിൽ കൂടുതൽ ഈ 2 മരണങ്ങളുടെയും പുറകിലെ ദുഷ്ടശക്തികളെയും ഇന്ത്യ ഞെട്ടിച്ചു. പിന്നീടും ഇന്ത്യയെ തളർത്താൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നുവെന്നത് പച്ചയായ സത്യമാണ്. പതിറ്റാണ്ടുകളായി റഷ്യയുമായുള്ള നമ്മുടെ സൗഹൃദവും ബന്ധവും വളരെ ദൃഢമാണ്. അതിനാലാണ് ബഹിരാകാശ വളർച്ചയ്ക്ക്, പ്രത്യേകിച്ച് നമ്മുടെ GSLVക്ക് ഏറെ നിർണായകമായ ക്രയോജനിക് എഞ്ചിൻ്റെ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറാനുള്ള അഗ്രിമെൻറ്റ് ISROയും റഷ്യൻ സ്പേസ് ഏജൻസിയായ ഗ്ലാവ് കോസ്മോസുമായി ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, 1993 ഈ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറുന്നതിന് തൊട്ട് മുൻപ് കുതന്ത്രപരമായി അമേരിക്ക ഇടപെടുകയും ISROയ്ക്കും ഗ്ലാവ് കോസ്മോസിനുമെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും ആ നീക്കത്തിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും നമ്മൾ തളർന്നില്ല. കുറച്ച് വൈകിയെങ്കിലും നമ്മുടെയൊക്കെ അഭിമാനമായ ISRO സ്വന്തമായി അവ വികസിപ്പിച്ചെടുത്തുവെന്നത് ചരിത്രം. ഇന്ത്യയുടെ വളർച്ചയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ നിരവധിയാണ്. പക്ഷേ അവർക്കൊന്നും സാധ്യമാകാത്ത വിധം നാം വളർന്നുകൊണ്ടേയിരിക്കുന്നു അതിവേഗം. 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ അതിദരിദ്ര രാജ്യമെന്ന നിലയിൽ നിന്ന് ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിക്കൊണ്ടും ന്യൂക്ലിയർ എനർജി രംഗത്ത് 8ാമത്തെ വലിയ ശക്തിയായും ഇന്ത്യ വളർന്നു. ഇത് പോരാടി നേടിയ വിജയമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മഹത്വം അവർണ്ണീയവുമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയിൽ വിലങ്ങുതടികളായ പല വ്യക്തികളും സംഭവങ്ങളും ഉണ്ടായേക്കും. അതുകൊണ്ടൊന്നും തോറ്റുകൊടുക്കരുത്. പരിശ്രമങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയും ചെയ്യരുത്. വർദ്ധിത വീര്യത്തോടെ പോരാടാൻ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിജയം ഒരിക്കലും അകലെയായിരിക്കില്ല. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി.